സ്വേച്ഛാധിപതികളായിട്ടുള്ള ജിസേലിനെയും നെവിനെയും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ് അനുമോൾ. അനുമോൾക്ക് 7ൻ്റെ പണി ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വഴി കിട്ടും എന്നാണ് ആരാധകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. കാര്യം മറ്റൊന്നുമല്ല, സ്വേച്ഛാധിപതികളുടെ റൂള് അനുസരിക്കാൻ ബുദ്ധിമുട്ട ഉള്ള ആളാണ് അനുമോൾ എന്നാണ് ഇപ്പോൾ ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് അനുമോൾ പറയുന്നുണ്ട്, കിച്ചൺ ഡ്യൂട്ടിക്ക് ഞാൻ ഒറ്റ ഒരുത്തി മതി, ഇവിടെയുള്ള 18 പേർക്കും വച്ച് വിളമ്പാൻ എനിക്ക് പറ്റും, ഞാനൊരു പെൺകുട്ടിയാണ്, കിച്ചൺ ഡ്യൂട്ടി ചെയ്യാനൊക്കെ എനിക്കറിയാം, വേറെ ആരെയും എടുത്തിടണമെന്നില്ല കിച്ചണിലോട്ട്, അത് മാത്രമല്ല എനിക്ക് മറ്റൊരു ടീമിൽ പോകാനും താല്പര്യമില്ല എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. അതൊരിക്കലും ശരിയാവില്ല. കാര്യം സ്വേച്ഛാധിപതികളായിട്ടുള്ള 2 പേര് അവിടെ ഉണ്ട്. അവരാണ് തീരുമാനിക്കാനുള്ളത് ആരൊക്കെ ഏതൊക്കെ ടീമിൽ പോയി മത്സരിക്കണം എന്നുള്ളത്. അപ്പോൾ കിച്ചൺ ടീമിൽ നിന്ന് മാറാൻ അനുമോൾ തയ്യാറാവുന്നില്ല. അത് അവരുടെയുള്ള അനുസരണക്കേടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി നടന്നപ്പോൾ ജിസേലും നെവിനുമായിട്ടുള്ള സ്വേച്ഛാധിപതികളോട് ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് 7 പേരെ അടിമകളായി തിരഞ്ഞെടുക്കാത്തത്, അതിനുള്ള റീസൺ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അനുമോളെ വിളിച്ചപ്പോൾ അനുമോൾ വരാൻ മടി കാണിക്കുന്നു. വന്നാൽ തന്നെ അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ, അവരടുത്ത് നിൽക്കാതെ മാറിയിരുന്ന് ബിഗ് ബോസ് ക്യാമറയെ നോക്കി കോപ്രായൊക്കെ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് 7ൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ബിഗ് ബോസിൽ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കെ ആ ടാസ്കിൻ്റെ നിയമങ്ങൾ ലംഘിക്കുക എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ ലംഘിക്കാൻ തുല്യമാണെന്നാണ് ലാലേട്ടൻ കഴിഞ്ഞൊരു സീസണിൽ പറഞ്ഞത്. അപ്പം അത്തരത്തിൽ ഈ പറയുന്ന നിയമങ്ങളെല്ലാം ലംഘിച്ച അനുമോക്ക് 7ൻ്റെ പണി കിട്ടുമെന്നും വിചാരിക്കുന്നവരുണ്ട്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.